ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേഴ്സ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് എടുക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ പ്രബീർ ദാസിനെ വേണോ അല്ലെങ്കിൽ പ്രീതം കോട്ടയിലിനെ വേണോ? ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഇടയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ആശാൻ ഇവാൻ ആദ്യം തന്നെ ആ ഒരു പൊസിഷനിൽ കറക്റ്റ് ഒരു പ്ലെയറിനെ കണ്ടുവച്ചിരുന്നു. ആ ഒരു പ്ലെയർ തന്നെയായിരുന്നു പ്രബീർ ദാസ്. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രബീർ ദാസിനെ ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള കളിയിലും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സിയുമായിട്ടുള്ള കളിയിലും മുംബൈ സിറ്റിയുമായിട്ടുള്ള കളിയിലും റൈറ്റ് ബാക്ക് പൊസിഷനിൽ ആരായിരുന്നു? പ്രബീർ ദാസ് തന്നെയായിരുന്നു ഇറങ്ങിയത്. ഈ ഒരു വിങ്ങേഴ്സിന്റെ ജോബ് എന്ന് പറയുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ജോബാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അറ്റാക്കിങ്ങിലോട്ട് ഓടിക്കയറാനും അതുപോലെ തന്നെ ആ ഒരു അറ്റാക്കിംഗ് അവിടെ പൊളിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിഫൻസ് ലൈനിലേക്ക് വന്നുകൊണ്ട് ആ ഒരു പന്തിനെ റിക്കവർ ചെയ്യാനും അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡി ആയിട്ടുള്ള വളരെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരു പ്ലേയേഴ്സിനാണ് ആ വിങ്ങറിൽ നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു പ്രബീർ ദാസ് ആയിരുന്നു ആദ്യത്തെ 3 മത്സരത്തിലും റൈറ്റ് ബാക്കിൽ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു 3 മത്സരത്തിന് ശേഷം റൈറ്റ് ബാക്കും കേരളത്തിന്റെ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കിന്റെ പ്ലേ കോൺസെൻട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളി നടന്നിട്ടുള്ളത് ലെഫ്റ്റ് ബാക്കിലാണ്. റൈറ്റ് ബാക്കിൽ വളരെ മിനിമം ആയിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ നമ്മുടെ ആശാൻ ഇവാൻ ഒരിക്കലും തൃപ്തനല്ലായിരുന്നു. അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമായിട്ടുള്ള മത്സരത്തിൽ പ്രബീർ ദാസിന് യെല്ലോ കിട്ടിയതാണ്. അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. അതേ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2 ഗോൾ കൺസീഡ് ചെയ്തതാണ്. ആ 2 ഗോളും പ്രീതം കോട്ടയിലിന്റെ മിസ്റ്റേക്ക് മൂലമാണ് ആ 2 ഗോളും വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അടുത്ത കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് ഏറ്റുമുട്ടുന്ന കളിയിൽ ഇവാൻ ചെറിയൊരു ചേഞ്ചാണ് പ്രീതം കോട്ടലിന്റെ പൊസിഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം റൈറ്റ് സി ബിയിൽ കളിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ലെഫ്റ്റ് സി ബിയിലേക്ക് ഇവാൻ എന്ത് ചെയ്തു? ചെറുതായിട്ടൊന്ന് മാറ്റി. അങ്ങനെ പ്രബീർ ദാസിന് യെല്ലോ കിട്ടിയതിന് ശേഷമുള്ള 3 മത്സരത്തിലും എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റുമായിട്ടുള്ള മത്സരം, ഒഡീസുമായിട്ടുള്ള മത്സരം, ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിൽ റൈറ്റ് ബാക്കിൽ കളിക്കാൻ വന്നത് സന്ദീപ് സിംഗ് ആയിരുന്നു. സന്ദീപ് സിംഗ് വന്നപ്പോൾ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അറ്റാക്കിങ്ങിലോട്ട് ഒരുപാട് ബോൾ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ബോൾ വലിയ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല അക്യൂറേറ്റ് ആയിട്ടുള്ള ക്രോസുകളോ പാസുകളോ കൊടുക്കാൻ സന്ദീപ് സിംഗിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കേരള ഹൈദരാബാദുമായിട്ടുള്ള മത്സരത്തിൽ പ്രീതം കോട്ടലിന് തൻ്റെ കറക്റ്റ് പൊസിഷൻ ഇവാൻ കൊടുത്തു. അങ്ങനെ റൈറ്റ് ബാക്കിൽ പ്രീതം കോട്ടയിൽ തന്നെ വന്നു. പക്ഷെ അവിടെയും വലിയ ഇമ്പാക്റ്റ് ഒന്നും ആ ഒരു പ്രീതം കോട്ടലിന്റെ പൊസിഷനിൽ കണ്ടില്ല. അതുകൊണ്ട് തന്നെ കേരള ചെന്നൈയുമായിട്ടുള്ള മത്സരത്തിൽ വീണ്ടും പ്രബീർ ദാസ് തന്നെ റൈറ്റ് ബാക്കിലേക്ക് വന്നു. പക്ഷേ പ്രബീർ ദാസിന്റെ വലിയൊരു മിസ്റ്റേക്ക് മൂലം ഒരു പെനാൾട്ടി, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബോൾ പോസ്റ്റിലേക്ക് വരികയും ഒരു പെനാൾട്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് കമ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അതുമൂലം പ്രബീർ ദാസിന് ആ മത്സരത്തിൽ തന്നെ 64 മിനിറ്റിലാണ് അദ്ദേഹത്തിന് സബ് ചെയ്യപ്പെട്ടത്. അതിനുശേഷമുള്ള ഗോവയുമായിട്ടുള്ള മത്സരത്തിലും ആരായിരുന്നു റൈറ്റ് ബാക്ക് കളിച്ചത്? പ്രീതം കോട്ടയിൽ തന്നെയായിരുന്നു. അങ്ങനെ പ്രീതം കോട്ടയിൽ ആ ഒരു മത്സരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം 69 മിനിറ്റിൽ സബ് ചെയ്യപ്പെട്ടു. പക്ഷെ സബിൽ വന്നത് പ്രബീർ ദാസ് അല്ലായിരുന്നു, സന്ദീപ് സിംഗ് ആയിരുന്നു. പ്രബീർ ദാസിന്റെ പ്രകടനത്തിൽ ഇവാൻ നമ്മുടെ ആശാൻ അത്രയ്ക്കും കോൺഫിഡന്റ് അല്ല. അതുകൊണ്ട് തന്നെയാണ് സന്ദീപ് സിംഗിനെ ആ ഒരു സമയത്ത് ഗോവയുമായിട്ടുള്ള മത്സരത്തിൽ ഇറക്കിയത്. അങ്ങനെ കളി 1-0 അവസാനിച്ചു. അതിനുശേഷം നമ്മൾ 3 മത്സരങ്ങൾ കളിച്ചു. പഞ്ചാബുമായിട്ട് കളിച്ചു, മുംബൈ സിറ്റിയുമായിട്ട് കളിച്ചു, അങ്ങനെ മോഹൻ ബഗാനുമായിട്ട് കളിച്ചു. ഈ ഒരു 3 മത്സരത്തിലും റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ടിരുന്നത് പ്രീതം കോട്ടയിൽ തന്നെയാണ്. നമ്മൾ ഈ കഴിഞ്ഞ 3 മത്സരം എടുത്തു നോക്കിക്കഴിഞ്ഞാലും പ്രീതം കോട്ടലിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു അക്യൂറേറ്റ് ആയിട്ടുള്ള ക്രോസുകളും പാസുകളും ഒന്നും ഇല്ലാതെ അവിടെ ഗോളുകളില്ല. അത്രയ്ക്കും നല്ല അക്യൂറേറ്റ് ആയിട്ടുള്ള പാസുകളും അതുപോലെ തന്നെ ലോങ് ബോളുകളാണ് പ്രീതം കോട്ടയിൽ ഈ 3 മത്സരത്തിലും കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ലെഫ്റ്റ് ബാക്ക് നമ്മളെ വിങ്സിലൂടെയുള്ള അറ്റാക്കിംഗ് നോക്കുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും മികച്ചു നിൽക്കുന്നത് ലെഫ്റ്റ് വിങ്ങിലാണ്. കാരണം അത്രയ്ക്ക് നല്ല പെർഫോമൻസ് ആണ് നോച്ച സിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രീതം കോട്ടയിൽ പലപ്പോഴും മിഡിൽ നിന്നാണ് വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള ലോങ് ബോളുകൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറ്റാക്കിംഗ് ലെവൽ ആ ഒരു ലെവലിലേക്ക് പോസ്റ്റിന്റെ അകത്ത് വരെ വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ 3 വിജയത്തിലും പ്രീതം കോട്ടലിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇവാൻ റൈറ്റ് വിങ്ങിൽ ഇപ്പോൾ കാണുന്ന ഏറ്റവും മികച്ച പ്ലെയർ എന്ന് പറയുന്നത് പ്രീതം കോട്ടയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കളിയിലും അദ്ദേഹം തന്നെ ആയിരിക്കും ആ ഒരു പൊസിഷന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അത്രയ്ക്കും ചേഞ്ചസ് ആണ് ഇവാൻ റൈറ്റ് പൊസിഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇവാൻ ഇപ്പോൾ കാണുന്ന ഏറ്റവും മികച്ച പ്ലെയർ എന്ന് പറയുന്നത് റൈറ്റ് വിങ്ങിൽ പ്രീതം കോട്ടയിൽ തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിർത്തുന്നു. ഇനി നിങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സബ്സ്ക്രൈബ് നമ്മൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ.